തളിപ്പറമ്പ് ബക്കളം നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ദേശീയപാത അപ്രോച്ച് റോഡിലെ അറ്റകുറ്റപ്രവർത്തികൾ വൈകുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. റോഡിൽ വലിയ കുഴിയെടുത്ത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തിയാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. നിലവിൽ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ്. റോഡ് തുടങ്ങിയിടത്തെ ചരലിൽ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് തെന്നിവീണത്. ആഴ്ചകൾക്ക് മുൻപ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിൽ കുഴി രൂപപ്പെട്ടിരുന്നു. ഇത് യാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കി. നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുകയും ചെയ്തു. പരാതികൾക്കൊടുവിൽ വാട്ടർ അതോറിറ്റി അധികൃതർ എത്തി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അറ്റകുറ്റപ്രവർത്തികൾ ആരംഭിച്ചത്. റോഡിൽ വലിയ കുഴിയെടുത്ത് ഗതാഗതം നിരോധിച്ചാണ് പ്രവൃത്തി ആരംഭിച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടില്ല. നിലവിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന റോഡ് തകർന്നത് ജനങ്ങളെ വലയ്ക്കുകയാണ്. റോഡ് തുടങ്ങുന്ന ഭാഗത്തെ ചരലിൽ നിരവധി ഇരുചക്ര വാഹനക്കാർ തെന്നി വീഴുകയാണ്. കഴിഞ്ഞ ദിവസം റോഡിൽ തെന്നി വീണ അമ്മയെയും കുഞ്ഞിനെയും സമീപത്തെ തട്ടുകടക്കാരാണ് രക്ഷപ്പെടുത്തിയത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയാകാത്തത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വലിയ അപകട ഭീഷണിയാണ് റോഡിലുള്ളതെന്നും ജനങ്ങൾ പറയുന്നു. ഈടെ എന്നാ സംഭവിക്കുന്നത് വെച്ചാലും മോനെ, ആ റോഡിൻ്റെ അട ജപ്പാൻ പൊട്ടിയിട്ട് ചെറുങ്ങനെ വെള്ളം പോകുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അതൊരു വെള്ളം പോകുന്നുണ്ട്. റോഡിൻ്റെ പണിക്കാർ വന്നിട്ട് പറഞ്ഞു നമ്മളോട് ഉച്ച വരെയുള്ള പണിയാണ്, അത് വേഗമാവും എന്ന് പറഞ്ഞിട്ട് വണ്ടീനെല്ലാം ഈലേ കൂടെ വിട്ടു, ഇപ്പുറത്തെ റോഡ് മുറ്റേ കൂടെ വിട്ടു. അവരന്ന് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് അവർ പിന്നെ 2 ദിവസമായിട്ട് അവർ ഈ ഭാഗം വന്നിട്ടില്ല. കുട്ടികളെല്ലാം കൊണ്ടുവരുന്നവർ റോഡും വന്ന് ഇപ്പുറത്തെ റോഡിലേക്ക് കയറാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ ഒരു അമ്മയും കുഞ്ഞ് റോഡുമ്മിൽ വീണു. നമ്മൾ ഇവിടെ ഇല്ലോണ്ട് നമ്മൾ പാഞ്ഞ് റോഡും പോയി ബത്സര പോയി ആടെ എന്നിട്ട് വണ്ടി കൈയിനെ കൊണ്ടാക്കി അനക്കുണ്ടായി കുഞ്ഞിനെ നിലത്തുനിന്ന് എടുക്കാൻ ഞാൻ വീണതാണ്. എനിക്ക് കുട്ടീനെ അങ്ങനെ പൊന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇല്ലോണ്ട് ആ അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് അറ്റകുറ്റപ്രവർത്തികൾ പൂർത്തിയാക്കുകയും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുകയും വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.